2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെയും മൂന്നാം ഭർത്താവിനെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പുനലൂർ കാര്യറ സ്വദേശി 25 വയസ്സുള്ള കലാസൂര്യ, ഭർത്താവ് തമിഴ്നാട് തെങ്കാശി ജില്ലയിലെ ഭഗവതിപുരം സ്വദേശി 23 വയസ്സുള്ള കണ്ണൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു പുനലൂർ കാര്യറ സ്വദേശിയായ സന്ധ്യ തന്റെ കൊച്ചുമകളായ അനശ്വരയെ കാണാനില്ലെന്ന് കാട്ടി പുനലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ച പുനലൂർ പോലീസ് പെൺകുട്ടിയുടെ അമ്മയായ കലാസൂര്യയെ ബന്ധുവീട്ടിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് സ്റ്റേഷനിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ മകൾ അനശ്വര തന്റെ ഭർത്താവായ കണ്ണനൊപ്പം തെങ്കാശിയിലുണ്ടെന്നും അനാഥാലയത്തിലാണെന്നുമൊക്കെയുള്ള പരസ്പര വിരുദ്ധമായ മൊഴിയായിരുന്നു പോലീസിന് നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ച പോലീസ് തെങ്കാശിയിലെത്തി. കലാസൂര്യ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പറഞ്ഞതെല്ലാം നുണയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീട് തെളിവുകൾ നിരത്തിയുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ക്രൂര കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തുവരുന്നത്. കലാസൂര്യ മൂന്നാമത് വിവാഹം കഴിച്ച തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ കണ്ണനൊപ്പം ഏറെ നാളുകളായി തെങ്കാശിയിലെ ചെക്കന്നൂർ എന്ന സ്ഥലത്ത് താമസിച്ച് കോഴിഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇവിടെ വെച്ചാണ് കണ്ണൻ കലാസൂര്യയ്ക്ക് മുൻവിവാഹത്തിലുണ്ടായിരുന്ന 2 വയസ്സുകാരിയായ അനശ്വര എന്ന കുഞ്ഞിനെ കഴുത്തിഞ്ഞരിച്ച് കൊല്ലുന്നത്. 2 ദിവസം മുന്നെയാണ് കാര്യറയുള്ള സന്ധ്യ എന്ന് പറഞ്ഞ സ്ത്രീ നമുക്ക് അവരുടെ മകളുടെ മകൾ 2 വയസ്സിൽ അനശ്വരനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൊന്നൂർ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പൊ ഈ സ്ത്രീ വന്നപ്പോ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ ദീപാവലിക്കാണ് ഈ മകളെയും ചെറുമകളെയും അവസാനമായിട്ട് കണ്ടത്. ഇവര് തെങ്കാശിയിലെ കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയാണ് താമസം എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം ഈ മകളെ ഇവിടെ വേറെ ആരോ കണ്ടു, നമ്മളെ പുനലൂർ ടൗണിൽ വെച്ചിട്ട്. എന്നാൽ ആ സമയത്ത് ഇവരുടെ കൂടെ ഈ ചെറിയ കുട്ടീനെ കണ്ടിട്ടില്ല. അപ്പൊ ഇവർക്ക് അതിൽ സംശയം തോന്നിയിട്ടാണ് നമ്മൾ സ്റ്റേഷനിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കുട്ടിയുടെ അമ്മേനെ വിളിച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ തന്നെ കുറച്ച് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പറഞ്ഞിരുന്നത്. അപ്പൊ അവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായതെന്ന് വെച്ചാല്, ഈ സ്ത്രീ പറഞ്ഞു ഇവരുടെ ഹസ്ബൻഡ്, അതായത് കണ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ തെങ്കാശിയിലുള്ള ഇയാളുടെ കൂടെയായിരുന്നു താമസം. ഇവരവിടെ പോയിട്ട് ഒരു ദിവസം ഈ സ്ത്രീ പുറത്തു പോയ സമയത്ത് ഇയാളെ കുട്ടീനെ കഴുത്ത് ഞെരിച്ച് കൊന്നു എന്നും അതിന്റെ ശേഷം ചാക്കിൽ കെട്ടി ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞത്. ആദ്യം സ്ത്രീ പറഞ്ഞത് ഞാൻ വന്നപ്പോ മരിച്ചു കിടന്നു, പിന്നെ പറഞ്ഞു കഴുത്ത് ഞെരിച്ച് കൊന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ മാറ്റി പറഞ്ഞു എവിടെ കൊണ്ടുവന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പല പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു. നമുക്ക് ഇവരുടെ സ്റ്റേറ്റ്മെന്റിൽ കുറെ സംശയങ്ങൾ വന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവരുടെ CDR എടുത്ത് പരിശോധിച്ചപ്പോഴും ഈ സ്ത്രീ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് ഇവരെയും കൂടെ സംശയം തോന്നി. ആ സമയത്താണ് നമ്മള് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്വം കൂടെ കൂടിയിട്ട് മധുരയിൽ പോകുന്നത്. മധുരയിൽ പോയി അവിടുത്തെ പോലീസിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിച്ചു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു. കുട്ടീനെ ഇയാള് കൊന്നതാണെന്നുള്ളത് സമ്മതിച്ചു, കഴുത്ത് ഞെരിച്ചിട്ട്. എന്നിട്ട് അവിടെ തെരച്ചിലിന് ശേഷം നമുക്ക് അവിടെ അടുത്ത് ഇവർ പറഞ്ഞ ഒരു കുറ്റിക്കാട്ടില് ചാക്കിൽ ഈ കുട്ടിയുടെ മൃതദേഹം കിട്ടി. ഏകദേശം 1 മാസത്തോളം പഴക്കമുള്ളത് കൊണ്ട് തന്നെ തലയോട്ടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളും മാത്രമേ കിട്ടിയുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ സ്ത്രീനെയും കൂടെ അവിടെ കൊണ്ടുവരുന്നു. ഇവരെ അവിടെ ഹാൻഡ് ഓവർ ചെയ്ത് ഇപ്പൊ 2 പേരും അവിടെ റിമാൻഡിലാണ് ഉള്ളത്. നമ്മളെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നപ്പോ തന്നെ അവർ പെട്ടെന്ന് കേസ് രജിസ്റ്റർ ചെയ്യും. തമിഴ്നാട് പോലീസുമായിട്ട് പെട്ടെന്ന് തന്നെ കോപ്പറേറ്റ് ചെയ്ത് അവിടെ വരെ പോയി അന്വേഷിച്ചതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഈ കേസിനെ തെളിയിക്കാൻ പറ്റിയതും ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയതും. തുടർന്ന് ഇരുവരും ചേർന്ന് മൃതദേഹം സമീപത്ത് തന്നെ മറവ് ചെയ്യുകയായിരുന്നു. കലാസൂര്യക്കൊപ്പം ഉണ്ടായിരുന്ന കുഞ്ഞ് തന്റെ അല്ലാത്തതിനാൽ മദ്യപാനിയായിരുന്ന കണ്ണൻ സ്ഥിരം വഴക്കുണ്ടാക്കുമായിരുന്നെന്നും 1 മാസം മുന്നേ ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയ കണ്ണൻ കുഞ്ഞിനെ കഴുത്തിഞ്ഞരിച്ച് കൊല്ലുകയായിരുന്നു എന്നുമാണ് കലാസൂര്യ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൊലപാതകം നടന്നത് തമിഴ്നാട് ഉസലംപട്ടി പോലീസിന്റെ സബ് ഡിവിഷന് കീഴിലായതിനാൽ വിവരം ഇവിടേക്ക് കൈമാറുകയും തുടരന്വേഷണത്തിൽ കണ്ണനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഇയാൾക്കെതിരെ കൊലപാതകത്തിനും പുനലൂർ പോലീസ് കൈമാറിയ പെൺകുട്ടിയുടെ മാതാവായ കലാസൂര്യക്കെതിരെ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചതിനും തമിഴ്നാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കൊല്ലം റൂറൽ പോലീസ് മേധാവി വിഷ്ണു പ്രസാദ് IPSന്റെ നിർദ്ദേശപ്രകാരം പുനലൂർ ASP അപർണ IPSന്റെ മേൽനോട്ടത്തിൽ പുനലൂർ പോലീസ് ഇൻസ്പെക്ടർ S വിജയശങ്കർ, SIമാരായ MS അനീഷ്, ശിശിര, സീനിയർ CPO പ്രീത പാപ്പച്ചൻ, CPO ശ്രീകുട്ടൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.